നോക്കിയേ. ഈ ഒരു കുട്ടീനെ തെരുവിലിരുന്നിട്ട് മൊത്തം ഇങ്ങനെ നോക്കിയേ. ഇത് പന്താവൂർ പാലത്തിന്റെ പരിസരത്ത് ഇങ്ങനെ ഉപേക്ഷിച്ചാൽ എനിക്ക് തോന്നുന്നത് ഇത് ഒരു ഡാഷ് ക്രോസ് ആയിരുന്നു തോന്നുന്നത്. പക്ഷെ ഇത് വളർന്നു വലുതായപ്പോ ഡാഷ് അല്ലാന്ന് മനസ്സിലായപ്പോ ഇതിനെ കൊണ്ടുപോയി കളഞ്ഞതാണ്. വളർത്തിയിരുന്ന ആൾക്കാർ കൊണ്ടുപോയി കളഞ്ഞതാണ്. അപ്പൊ ഇക്കാണ് മുജീബ് റഹ്മാൻ അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഇദ്ദേഹമാണ് ഈ കുഞ്ഞിനെ അതായത് ദത്തെടുത്തപ്പോ വളർത്തുന്നത്. ഇവിടെ കൂടൊക്കെ സെറ്റ് ആക്കിയിട്ട് അതിന് കൂടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ തെരുവിൽ നിന്ന് ഈ ഒരു കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തി. ഇതിലൊരു നമുക്ക് എല്ലാവർക്കും ഒരു മാതൃക ചെയ്തത് എന്താണെന്നറിയോ? കേരളത്തിലെ എല്ലാ ജനങ്ങളും പറയുന്ന ഒരു കാര്യമുണ്ട്, തെരുവുനായ 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 പെറ്റുപെരുകി തെരുവുനായ കടിക്കുന്നു. ഇതൊരു പെണ്ണാണ്, ഫീമെയിലാണ്. ഈ ഫീമെയിൽ ഇപ്പോൾ ഇതിനെ ഉപേക്ഷിച്ച ആൾക്കാർ അവിടെ തെരുവിൽ കൊണ്ടേ ഇട്ട് കളഞ്ഞു. ഈ നായ ഒരു 4-5 മാസം കൂടിയും കഴിഞ്ഞാൽ വേറെ മെയിൽ ഡോഗിനായിട്ട് ക്രോസ് ആയിട്ട് എത്ര കുട്ടികൾ പെറ്റുപെരുകി അവിടെ തെരുവിൽ വളരും. അപ്പൊ ഇതിലൊക്കെ ഉത്തരവാദി ആരാണ്? ഇപ്പൊ ഈ തെരുവുനായകളെ കുറിച്ച് പറയുന്നവരും അധികാരികൾ ധാരാളം ശ്രദ്ധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യത്വം എന്താണ് തിരിച്ചറിയേണ്ടത് ഇങ്ങനെ ഓരോ നിമിഷങ്ങളാണ്. ഇങ്ങനെ നന്മ ചെയ്യുന്ന മനുഷ്യരാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇവരാണ് ശരിക്കും മനുഷ്യർക്കൊരു മാതൃകയുണ്ട്. അങ്ങനെ തെരുവിൽ നിന്ന് അത് പെറ്റുപെരുകാതെ കൂടുതൽ പ്രശ്നങ്ങൾ മനുഷ്യർക്ക് സൃഷ്ടിക്കാൻ ഇടവരാതെ അതിനെ വീട്ടിലേക്ക് എടുത്തു കൊടുന്ന് അതിനൊരു അഭയം കൊടുത്ത് വളർത്തി. അപ്പൊ ഇദ്ദേഹമൊക്കെയാണ് സമൂഹത്തിന് ശരിക്കും മാതൃകയാവേണ്ടത്. അപ്പൊ ഇവരൊക്കെയാണ് നിങ്ങളൊക്കെ മാതൃകയാക്കി ജീവിക്കേണ്ടത്, മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ എന്തായാലും ഈ കുട്ടി സുഖമായിട്ട് സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുന്നുണ്ട്, സേഫായിട്ട് ജീവിക്കുന്നുണ്ട്. ലൈക്ക് നോക്കിയേ, ഹാപ്പിയാണ്. എന്തായാലും ഇതിനെ ഉപേക്ഷിച്ച ആളുകൾ ഇതെല്ലാം കാണുന്നുണ്ടാവല്ലോ അല്ലേ?